കുളിക്കാൻ വേണ്ടി നിധിക്ക് ഹരീഷ് ഒരു ചെറിയ എമർജൻസി ലൈറ്റ് കൊടുക്കുകയാണ്. ശ്രുതി പറയും നിങ്ങളൊക്കെ ചെയ്തിട്ടും ബാത്റൂമിലൊരു ലൈറ്റ് ഇടാൻ വിട്ടുപോയില്ലേ, അവൾ എന്നെ പറ്റി എന്ത് വിചാരിച്ചിട്ടുണ്ടാവും. ഹരീഷ് പറയും ഹലോ, ഇങ്ങനെ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം ഞങ്ങളോട് പറഞ്ഞിരുന്നോ? കല്യാണം കഴിഞ്ഞിട്ടെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. ശ്രുതി ഇങ്ങനെ പനിങ്ങി കളിച്ചു പറയും അത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലായിരുന്നു. ആയിക്കോട്ടെ, നടന്ന് കഴിഞ്ഞിട്ട് വിളിക്കായിരുന്നല്ലോ. ഇത് തന്നെ ഇപ്പോൾ സുഭാഷ് ഏട്ടൻ അങ്ങോട്ട് വിളിച്ചിട്ടാണ് ഞങ്ങൾ അറിയുന്നത്. ആ ഫോണ് നികേഷ് എടുത്തില്ലായിരുന്നെങ്കിൽ ഈ വീട് ഇതിനേക്കാളും മോശമായിരുന്നേനെ. ശ്രുതിക്കും കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ, വായിക്ക് രുചിയുള്ളതാണോ എന്നൊക്കെ ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ ഹരീഷിന് ദേഷ്യം വരും. ഹരീഷ് പറയും സുധീഷ് ഏട്ടാ വെറുതെ ഓവറാക്കല്ലേ, നിങ്ങളൊരു കല്യാണം കഴിച്ചു, അതാരാന്ന് കൂടി ഞങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് വേണ്ടി അടി വാങ്ങി നിൽക്കുക ഞങ്ങൾ. ഇതൊക്കെ കേട്ടിട്ട് ശ്രുതി പറയും ഹരീഷേ ഇപ്പം നീയാ ഓവറാവുന്നത്. സുഭാഷ് പറയും നിങ്ങൾ വെറുതെ വഴക്കുണ്ടാക്കല്ലേ എന്ന് പറഞ്ഞ് അവരെ രണ്ടാളെ മാറ്റാണ്. കുളി കഴിഞ്ഞ് വരുന്ന നിധിയോട് നികേഷ് ഒരു കസേര ഇട്ടിട്ട് അവിടെ ഇരിക്കാൻ പറയും. അപ്പോഴേക്കും സുഭാഷ് ഭക്ഷണം കൊണ്ട് വരികയാണ്. ശ്രുതി നിധിയോടേക്ക് എന്താ ചൂടെടുക്കുന്നുണ്ടോ, ഫാൻ ഇടാണോ നോക്കിയോ. ഹരീഷേ ആ ഫാനൊന്ന് ഇട്ടേടാന്ന് പറയും. ഹരീഷ് ഒന്ന് രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കും. നിധി പറയും വേണ്ട. ശ്രുതി പറയും ഫാൻ ഇടാത്തതാണ് നല്ലത്, ഭക്ഷണം വേഗം തണുത്തു പോകും. എടാ നാളെ ബാത്റൂമിലെ ലൈറ്റ് മാറ്റുമ്പോൾ ഫാനും കൂടെ ഒന്ന് ശരിയാക്കണം എന്ന് പറയും. ഹരീഷ് പറയും എനിക്ക് സൗകര്യമില്ല, തന്നെത്താനങ്ങ് ചെയ്താൽ മതി. നിധി ഒരു കസേരയിലിരിക്കുകയാണ്. ചുറ്റും ഇവർ നിലത്തിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. നിധി പറയും എനിക്ക് ഭക്ഷണമൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട്. പക്ഷേ സുഭാഷ് നിധിക്ക് ഫുഡ് വിളമ്പി കയ്യിലേക്ക് കൊടുക്കും. നിധി വയ്ക്കും ഞാനും താഴെ ഇരുന്നോട്ടെ എന്ന് വയ്ക്കും. ശ്രുതി പറയും പരിചയമില്ലാത്തതല്ലേ. നിധി പറയും അതൊന്നും കുഴപ്പമില്ല. നികേഷ് ഒരു പായ ഇട്ട് കൊടുക്കുകയാണ് നിധിക്ക് ഇരിക്കാൻ. നിധി സുഭാഷിനോട് വയ്ക്കും കഴിക്കുന്നില്ലേ. സുഭാഷ് പറയും ഞാൻ കഴിച്ചോളാം. പുറത്തിരിക്കുന്ന ആളെന്ന് പറയുമ്പോൾ നികേഷ് പറയും അത് അച്ഛനാണ്. നിധി പറയും അത് മനസ്സിലായി, അവർ കഴിക്കുന്നില്ലെന്ന് വയ്ക്കും. സുഭാഷ് പറയും ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് സുഭാഷ് ഭക്ഷണം എടുത്തിട്ട് അച്ഛന് കൊണ്ടു കൊടുക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ശ്രുതി സുഭാഷിനോട് വയ്ക്കും കിടക്കാൻ റൂമൊക്കെ സെറ്റല്ലേ. സുഭാഷ് പറയും ഒക്കെ റെഡിയാടാ, ഹരീഷാണ് ഒക്കെ ചെയ്തതെന്ന് പറയും. ശ്രുതിയെ കൊണ്ടുപോയിട്ട് റൂം കാണിച്ചു കൊടുക്കുകയാണ്. റൂം കാണുമ്പോൾ തന്നെ ശ്രുതി ഞെട്ടും. ഒരു ഫസ്റ്റ് നൈറ്റിൻ്റെ രീതിയിൽ അലങ്കരിച്ചിരിക്കുകയാണ് ആ റൂം മുഴുവൻ. ശ്രുതി പറയും അയ്യോ ഇങ്ങനെയൊന്നും വേണ്ട ഈ റൂം എന്ന് പറയും. ഹരീഷ് പറയും ഓ ഞാൻ ചെയ്തുകൊണ്ടായിരിക്കും ഇയാൾക്ക് പിടിക്കാത്തത്. ശ്രുതി പറയും അതൊന്നും അല്ലടാ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു അവസ്ഥയിലല്ല ഞങ്ങൾ. ഈ കല്യാണം അവളുടെ വീട്ടിൽ ആർക്കും പിടിച്ചിട്ടില്ല. ഞങ്ങൾ ഇറങ്ങിപ്പോന്നപ്പോൾ ഗുണ്ടകളെ വിട്ട് കൊല്ലാൻ നോക്കിയതാ ഞങ്ങളെ. അങ്ങനെ ഓടി പോലീസ് സ്റ്റേഷനിൽ കയറിയത്. അവളുടെ അച്ഛൻ ഞങ്ങളെ ശപിച്ചിട്ടാണ് പോയത്. അവളുടെ ഏട്ടൻ ഇവിടെ വന്ന് ചെയ്ത അക്രമങ്ങളൊക്കെ കണ്ടില്ലേ. ഈ അവസ്ഥയിൽ അവൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്നെ പറ്റി എന്ത് വിചാരിക്കും. ഈ അവസ്ഥയിൽ ഇങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ കാണിക്കുന്നത് തെറ്റാ സുഭാഷ് ഏട്ടാ. ഹരീഷ് പറയും ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ. സുധീരൻ നിങ്ങൾ ചെയ്തതിനൊക്കെ എനിക്ക് താങ്ക്സ് ഉണ്ട്, പക്ഷേ ഞാനിതെടുത്ത് മാറ്റാൻ പോവാ, എന്നോടൊന്നും തോന്നരുത്. സുഭാഷ് ചോദിക്കാൻ മാറ്റണോടാ നല്ല ഭംഗിയുണ്ട്. ഹരീഷരും സുധീഷേട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്. അവരൊക്കെ കൂടി റൂമിൽ ഡെക്കറേറ്റ് ചെയ്ത പൂവൊക്കെ എടുത്ത് കളയാണ്. നിധിയുടെ അമ്മയും സാന്ദ്രയും കൂടി അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ICUയുടെ അടുത്ത് വരെ കരഞ്ഞുകൊണ്ട് പോവാണ്. നിധിയെ ശ്രുതി റൂമിലാക്കുമ്പോൾ നിധി പറയും ഇനി നിങ്ങൾ പോയി കിടന്നോന്ന് പറയും. ശ്രുതി പറയും ഞാൻ ഉറങ്ങിക്കോളാം, നിങ്ങളാദ്യം ഉറങ്ങുമെന്ന് പറയും. നിധി പറയും നിങ്ങൾ പോയാലേ എനിക്ക് ഉറങ്ങാൻ പറ്റുമോ, നാളെ തന്നെ ഹോസ്റ്റലിൽ മാറുന്നതിനെ പറ്റി ചോദിക്കുമ്പോൾ ശ്രുതി പറയും നാളെ ഞാൻ ആദ്യം അതാ ചെയ്യാൻ പോകുന്നത്. നിധി പറയും ക്യാഷൊക്കെ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്, ഒക്കെ തരാമെന്ന് പറയും. ശ്രുതി പറയും താൻ എന്നെ ഒരു ഡ്രൈവറായിട്ടാണോ ഇപ്പോഴും കാണുന്നത്? അതല്ല, ഞാൻ കാരണം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി, അതൊന്നും എനിക്ക് പരിഹരിക്കാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് പണമെങ്കിലും തരണ്ടേ. നിങ്ങളുടെ വീട്ടുകാരോട് ഇന്ന് തന്നെ സത്യം പറയണം. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ഇതിനെപ്പറ്റി ഒരു അക്ഷരം എന്നോടും നിങ്ങളോടും ചോദിച്ചില്ല. അവരെ പറ്റിക്കുന്നത് ശരിയല്ല. ശ്രുതി ഇറങ്ങിക്കഴിഞ്ഞിട്ട് നിധി കുറ്റിയിടാൻ നോക്കുമ്പോൾ അത് കഴിയില്ല. നിധിക്ക് ആകെക്കൂടെ ഒരു ദേഷ്യം വരും. ശ്രുതി വന്ന് സുഭാഷിൻ്റെ ഒക്കെ അടുത്ത് കിടക്കാൻ വരികയാണ്. സുഭാഷ് ചോദിക്കും നീ എന്തിനാടാ ഇവിടെ കിടക്കുന്നത്, നിനക്ക് റൂമിൽ കിടന്നാൽ പോരെ. ഹരീഷ് ചോദിക്കും അവരെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നത്. ഞാൻ അവളുടെ വീട്ടുകാരെ പറ്റി പറഞ്ഞില്ലേ, അവൾ ആകെ അപ്സെറ്റായിട്ടിരിക്കുക. ഹരീഷ് ചോദിക്കും അപ്സെറ്റായിരിക്കുമ്പോഴാണോ ഒറ്റയ്ക്കാക്കി പോരുന്നത്. ശ്രുതി ഹരീഷിനോട് ചോദിക്കും ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്ന നിനക്കെന്താടാ മുഖത്തൊരു പ്രത്യേക കനം. സുഭാഷ് പറയും പറയുകയും ചോദിക്കുകയും ചെയ്യാതെ കല്യാണമൊക്കെ കഴിച്ചാൽ പിന്നെ ദേഷ്യമില്ലാതിരിക്കുമോ. ശ്രുതി പിന്നെ ഇതിനെ ന്യായീകരിക്കുകയാണ്. സുഭാഷ് ഏട്ടന് ദേഷ്യം വന്നതെന്ന് ചോദിക്കും. സുഭാഷ് പറയും ദേഷ്യമല്ല പേടിയാണ് വന്നത്. നികേഷ് പറയും അതൊക്കെ വിട്, അതൊക്കെ കഴിഞ്ഞില്ലേ. സുധീഷ് ഏട്ടാ എങ്ങനെയായിരുന്നു ഏട്ടത്തിയായിട്ടുള്ള പ്രണയം, എങ്ങനെ ഇത്ര പെട്ടെന്ന് കല്യാണത്തിലെത്തി. ശ്രുതി കഥകളൊക്കെ പറയാൻ തുടങ്ങുകയാണ്. ഇവർ മൂന്നുപേരും ഈ കഥ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഓരോ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ കുറച്ച് കൂട്ടിയാണോ ഒക്കെ പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ട് ഹരീഷ് പറയും ഓ വെറുതെ. ശ്രുതി പറയും വെറുതെ ആണെങ്കിൽ അവൾ കൂടെ ഇറങ്ങി പോരുവാടാ കഴുതേ. സുധീഷ് പിന്നെയും നുണക്കഥ തുടരുകയാണ്. നിധിക്കാണെങ്കിൽ ആ റൂമിലിരുന്നിട്ട് ആകെക്കൂടി ഒരു അസ്വസ്ഥത തോന്നുകയാണ്. നിധി പുതപ്പെടുത്ത് സ്മെല്ല് ചെയ്ത് നോക്കും. എന്തോ ഒരു മണം പോലെ തോന്നിയിട്ട് നിധി നിലത്തേക്ക് ഇടും.